നമ്മൾ ആഫ്രിക്കയിൽ യു ആർ ഗോയിങ് ടു ദി ജംഗിൾ, അവിടെ സേഫ്റ്റിയും ബാക്കിയെല്ലാം ഈസ് എ ഡിഫറെൻറ്റ് തിങ്. മൊബൈൽ ഫോൺ ഇല്ല, കാര്യങ്ങളില്ല. ഞങ്ങളുടെ തന്നെ രണ്ട് സായിപ്പ്മാർ ഐവറി കോസ്റ്റിൽ പോയി. അവർ ഇത് സഡനായിട്ട് അവർക്ക് ഒരു കോണ്ടാക്റ്റും ഇല്ല. പിന്നെ ഞങ്ങൾ എംബസി പോയി, എംബസി പറഞ്ഞ് അവർക്ക് ഈ ഡിഫൻസ് ആളുകളുണ്ട്, ഈ തോക്കെല്ലാം ഉള്ള, അവർ 12 കാറ് ഭയങ്കര സ്പീഡിൽ പോയി ഒരു വില്ലേജിൽ പോയി. ഇവർ പോയപ്പം ഇവരെ രണ്ടുപേരും കുഴിച്ചിട്ടിരിക്കുക. അവരുടെ തല മാത്രമേ ഉള്ളൂ വെളിയിൽ. അതിൽ തേനും ഒഴിച്ചിട്ടുണ്ട്, ഉറുമ്പുകളിലും വന്നുകൊണ്ടിരിക്കുക. ബിക്കോസ് ഇവര് ഒപ്പിട്ട് പൈസ കൊടുക്കുന്നില്ല അവരെടുത്ത്. അതിന് വേണ്ടി ഇവരെത്തിയത് വാസ് ദ നിക്ക് ഓഫ് ടൈം ബിഫോർ ദേ ഡൈഡ്. എന്നിട്ട് അവരെ എക്സിക്യൂട്ട് ചെയ്ത് ഇവര് രക്ഷപ്പെടുത്തി. എന്നിട്ട് ഇവര് വെടിവെക്കും എല്ലാം ചെയ്തിട്ടാ ഇങ്ങനെ ചെയ്യുന്നത്. വേറെ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് ഹി സ്റ്റിൽ വർക്കിംഗ് ഫോർ മീ. ഒരു 30 years ബാക്ക് രാധാകൃഷ്ണനെ ഈ ടാൻസേനിയയില് രാധാകൃഷ്ണനായി ക്വാളിറ്റി കൺട്രോൾ പോയി ഒപ്പിടുന്നത്. അതാ ഫൈനൽ ഒപ്പ് ഫോർ ദി മണി ടു ബി പെയ്ഡ്. അന്ന് $4 million ആയിരുന്നു റോനറ്റ്സ് മേടിച്ചത്. കാഷ്യൂസ് ബാഡ് ആയിരുന്നു, അതുകൊണ്ട് ഹി ഡിഡ് നോട്ട് സൈൻ. അപ്പം 4 പേര് പോയി തോക്കെടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു ഒപ്പിടണം എന്നാണ്. അപ്പം ഞാൻ ഹോളണ്ടിൻ്റെ ഓഫീസിലാണ്. അപ്പം രാധാകൃഷ്ണൻ പറഞ്ഞ മുതലാളിയെ ഫോൺ വിളിച്ച് പറഞ്ഞാലേ ഇത് ട്രാൻസ്ഫർ ചെയ്യത്തുള്ളൂ. അപ്പം ഫോൺ വിളിക്കാൻ പറഞ്ഞു. ഫോൺ വിളിച്ചപ്പോൾ മലയാളത്തിൽ സംസാരിച്ചു. മുതലാളി ഇങ്ങനെ 4 പേരുണ്ട്, എനിക്കൊന്നും ചെയ്യാം, ഞാൻ ഒപ്പിടാൻ പോവാണ്. അപ്പം ഞാൻ റിപ്ലൈ ചെയ്തു, ഒപ്പിട്ടോളൂ, ആസ് ഫാസ്റ്റ് ആസ് പോസിബിൾ അവിടുന്ന് ഇറങ്ങി എയർപോർട്ടിൽ ചെന്ന് ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് എന്നെ വിളിക്കുക. then we will do what is it. Don't worry about what the consequence. അപ്പം ഞാനും മിണ്ടാതെ ഇരിക്കുക, രാധാകൃഷ്ണൻ മിണ്ടാതെ. അപ്പം 4 പേരുണ്ടായിരുന്നു. ഇത് ഒപ്പിട്ട് 3 പേര് പറഞ്ഞു, ഒരാളുടെ അടുത്ത് പറഞ്ഞു അവിടെ നിൽക്കുക, ഞങ്ങൾ പോയി ബാങ്കിൽ നിന്ന് രൂപ എടുക്കാം, എന്നിട്ട് we will all divide എന്ന് പറഞ്ഞുകൊണ്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ തോക്കും പിടിച്ചുകൊണ്ടിരുന്ന ആൾ ഭയങ്കരമായിട്ട് അങ്ങ് അസ്വസ്ഥതയായി. അയാളിൽ വിചാരിക്കാൻ തുടങ്ങി മറ്റവർ 3 പൈസ എടുത്തുകൊണ്ട് ഓടിപ്പോയ ഇയാൾക്ക് കിട്ടത്തില്ല, അതുകൊണ്ട് ഇയാളും കൂടെ ഓടിപ്പോയി. അപ്പം രാധാകൃഷ്ണൻ അങ്ങ് ഓടി, ഒന്നും എടുത്തില്ല, ഓടി പാസ്പോർട്ട് മാറ്റം എടുത്ത് ഇവിടെ എയർപോർട്ടിൽ ചെന്ന് ഇമിഗ്രേഷൻ കഴിഞ്ഞ് എന്നെ ഫോൺ വിളിച്ചു. ഞാൻ അപ്പം ബാങ്കിൽ വിളിച്ചു പറഞ്ഞ് ഇത് സാങ്ഷൻ ചെയ്തുകൂടാ, ദർ ഇസ് എ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് രാധാകൃഷ്ണൻ നേരെ ഹോളണ്ടിൽ വന്ന് നമ്മൾ ടെസ്റ്റിമണി കൊടുത്തിട്ട് വി സേവ് ദറ്റ് മണി. പക്ഷെ ഈ പ്രോസസ്സസ് എല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പം ആളുകൾ ഈ ഡിസ്റ്റർബ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ദർ ഇസ് നത്തിങ് യു ക്യാൻ ഡു. അപ്പൊ പ്രയോറിറ്റി എല്ലാം അങ്ങ് മാറും. അപ്പൊ നമ്മളെ കമ്മിറ്റ്മെന്റ്സ് ഓഫ് ഡിന്നേഴ്സ്, ലഞ്ചസ്, ബാക്കി മറ്റേ പറയുന്നത് ഒന്നുമില്ല. ബിക്കോസ് ഇത് ഇയാളുടെ ലൈഫ് സേവ് ചെയ്യണം, ആൻഡ് വി കെ നോട്ട് ലൂസ് ദ മണി ഓൾസോ. ആ പ്രോസസ്, അപ്പൊ അങ്ങനത്തെ പ്രോസസ്സിൽ യു ജസ്റ്റ് ഗോ ത്രൂ. അന്ന് ദിസ് ഇസ് ഇൻ 1998 നടന്നതാ. അപ്പം വൺ ഓഫ് ദി ലാർജസ്റ്റ് ട്രാൻസാക്ഷൻ ഇൻ കാഷ്യൂസ്. അപ്പൊ ഇവര് ഈ എന്ത് ചെയ്യുന്നത്, ചാക്കിൻ്റെ അകത്ത് മണ്ണ് നിറച്ചിട്ട് ഈ മോളില് കാഷ്യൂസ് വെക്കും, താഴെ ചാക്ക. ഇത് 100 ലോറി കിടക്കുക, ഒരാളെ ഈ ക്വാളിറ്റി ചെക്കിങ്. അപ്പം ഇറ്റ് ഇസ് ഇമ്പോസിബിൾ. ഒരേ ലോറി തന്നെ കൊണ്ടുവന്നാലും ആളുകൾക്ക് അറിയാൻ പറ്റും. പക്ഷെ ഇയാൾ സംശയം വന്നിട്ട് ഒരു താഴെ ഒരെണ്ണം എടുത്ത് കുത്തിയപ്പം അതിൻ്റെ അകത്ത് സാൻഡ് ആയിരുന്നു ഇതായിട്ട്. അതുകൊണ്ട് ഹി വിഡ്രൂ ആൻഡ് ഹി സെഡ് ദാറ്റ് ലുക്ക്, ഇത് ഈ ക്വാണ്ടിറ്റി നമുക്ക് മേടിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോഴായിരുന്നു. റെഗുലർ ബയേഴ്സ് അല്ലതല്ലേ, റെഗുലർ സെല്ലേഴ്സ് ആണോന്ന ക്വസ്റ്റ്യൻ. നമ്മുടെ കാഷ്യൂസ് തരുന്നത് റെഗുലർ സെല്ലേഴ്സ് തന്നെ. ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ ഒരു എമൗണ്ടിന്റെ ഇത് മാറുമ്പോഴത്തേക്ക് ആളുകൾ അങ്ങ് മാറും. ഇപ്പൊ കൊച്ചു എമൗണ്ട്സിനൊന്നും ചിലപ്പം അവര് വളരെ നന്നായിട്ടായിരിക്കും ബിഹേവ് ചെയ്യുന്നത്. ഈ കൺസിസ്റ്റൻസി മാറുന്ന ഏത് ലെവലാ ഹ്യൂമൻ ബീയിങ്സിന് നമുക്ക് അറിയാനേ പറ്റത്തില്ല. വളരെ ഇൻട്രസ്റ്റിംഗ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ്. ചിലവരുടെ ഈ കൺസിസ്റ്റൻസി ലെവല് 10,000 rupees ആയിരിക്കും, 1 ലക്ഷം ആയിരിക്കും, 1 കോടി ആയിരിക്കും, 10 കോടി ആയിരിക്കും, 100 കോടി ആയിരിക്കും. അപ്പം ദർ ആർ പീപ്പിൾ ഞാൻ ചേഞ്ച് ചെയ്ത് കണ്ടിട്ടുള്ള ഹു ഹസ് വർക്ക് ഫോർ 37 years. ഞങ്ങളുടെ കണ്ടെയ്നർ ഫ്രേറ്റ് സ്റ്റേഷൻ്റെ മാനേജിങ് ഡയറക്ടർ. ഒരിക്കലും ഹി ഹാസ് നെവർ ഡിസീവ് മീ. അയാളാണെങ്കിൽ ആദ്യമേ ഞങ്ങളുടെ സെയിൽസ് മാനേജറായിട്ട് വന്നിട്ട് പിന്നെ ബിസിനസ് ചെയ്ത് പൊട്ടി തിരിച്ചു വന്ന് വി മെയ്ഡ് ഹിം ദി മാനേജിങ് ഡയറക്ടർ. ഹി ബിക്കേം വെരി വെൽ. ആ ഒരു സമയത്ത് അങ്ങയുടെ മനസ്സ് മാറിയത് ബിക്കോസ് എനിക്കൊരു വലിയൊരു പ്രോബ്ലം ഉണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു ഡിവിഷൻ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അധികം ഇൻറ്റർഫിയർ ചെയ്യത്തില്ല. അപ്പം അവിടെ ചെന്ന് അങ്ങേടുത്ത് ചോദിച്ചിട്ട് മാത്രമേ കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ. അപ്പം ദ പവേഴ്സ് ആർ വെസ്റ്റഡ് ഓൺ ഹിം. അപ്പം എല്ലാവർക്കും എന്നെ ഡയറക്റ്റായിട്ട് വിളിച്ചാലും ഐ വിൽ നെവർ ടേക്ക് എ ഡിസിഷൻ. ഇറ്റ് ഹാസ് ടു ഗോ ത്രൂ ദം.
ഇപ്പം ഇവർക്ക് ചിലപ്പം അറിയാതെ അവരാ ഓണർ ഓഫ് ദാറ്റ് പ്രോപ്പർട്ടി, അവരുടെ ഇതെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ഭാവം അങ്ങ് മാറും. ബിക്കോസ് അവർക്ക് ദേ ഹാവ് ദാറ്റ് പവർ. ആ സിറ്റുവേഷനിൽ ഒരു പ്രോബ്ലം വന്നപ്പോൾ അപ്പം ഞാൻ വിളിച്ചു പറഞ്ഞു എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, ഐ വിൽ നോട്ട് അലൗ ദിസ് ടു ഹാപ്പൻ എന്നെല്ലാം പറഞ്ഞപ്പം ഇറ്റ് ബിക്കെയിം വെരി ഷോക്കിംഗ്. ബിക്കോസ് ആ ഹയസ്റ്റ് പോയിന്റ് എത്തിയിട്ട ദറ്റ് ഹി ഈസ് ടേക്കിംഗ് എ കോൾ ടു ബി ട്രൈങ് ടു ഡിസീവ് യു ഇൻ ദറ്റ് സിറ്റുവേഷൻ. അപ്പം നമ്മൾ ഇത് ഒരു പ്രോസസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് പീപ്പിൾ, വാട്ട് ഷുഡ് ബി ഡൺ. ഇത് ഒരിക്കലും നമുക്ക് 5 പ്രാവശ്യം കറക്റ്റായിട്ട് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് 6ാമത്തെ പ്രാവശ്യം കറക്റ്റായിട്ട് ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അതിന് പതുക്കെ സിസ്റ്റംസ് അവരെ അവിശ്വസിക്കാനും പറ്റൂല. അത് അവിശ്വസിച്ച ഇത് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് അവിശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് വീട്ടിൽ ഇരിക്കാനേ പറ്റത്തുള്ളൂ. വിശ്വസിക്കാന്നുള്ള ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അത് നമ്മളെ ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും അങ്ങനെ, എല്ലാ കാര്യവും അവിശ്വസിക്കാൻ തുടങ്ങിയാൽ നമുക്ക് എല്ലാം അവിശ്വസിക്കേണ്ടി വരും. ആബ്സല്യൂട്ട്ലി. അതുകൊണ്ട് നമ്മൾ അഥവാ ബിസിനസ്സോ വല്ലോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ വിശ്വസിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. ആ വിശ്വാസമാണ് അമ്മയോടുണ്ടായിരുന്നതും. ആബ്സല്യൂട്ട്ലി. അത് 100%